ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ്മോർട്ടം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഗംഭീരമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു അല്ലേ. സെൽ ഓഫ് എന്ന് പറഞ്ഞാൽ സെല്ലിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തത് നമ്മുടെ IT സ്റ്റോക്കുകളായിരുന്നു. അപ്പം അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി 2 ദിവസം മുമ്പുള്ള വീഡിയോ പറഞ്ഞതാണ്. ആന്ത്രാപിക് എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു AI ടൂൾ ഇറക്കി. അപ്പോൾ ആ AI ടൂൾ വെച്ചിട്ട് നമുക്ക് ഒത്തിരി മാൻ പവർ കുറയ്ക്കാൻ പറ്റും. അതാണ് മാൻ പവറിൻ്റെ ഗണ്യമായ കുറവ് വരും. ഈ 1-2 കമാൻഡ് കൊണ്ട് തന്നെ കാര്യങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്ത് സാധനം അടിച്ച് കൈ തരും. അപ്പം ആ ടൂള് ഇത് ലീഗലായിട്ട് വാലിഡാണ് താനും. അപ്പം ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ കമ്പനികൾ ധാരാളം പേര് മാൻ പവർ വിറ്റാണ് കൂടുതലും കാശുണ്ടാക്കുന്നത് അല്ലേ. നമ്മൾ സ്കിൽഡ് ലേബേഴ്സിനെ അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും കൊടുത്ത് അവരുടെ സേവനം അവിടെ കൊടുത്ത് അതിൽ നിന്ന് കാശുണ്ടാക്കുന്നൊരു പരിപാടിയാണ് കൂടുതലും നമ്മൾ IT കമ്പനികൾക്കുള്ളത്. അപ്പോൾ ആ പരിപാടിക്ക് തട വീണു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ആകുമ്പം ഗണ്യമായി വരുമാനം ഇവരുടെയൊക്കെ കുറയും. അപ്പം കാലാകാലങ്ങളിൽ ഇതുപോലെ പല പല പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഈ കമ്പനികളൊക്കെ വളർന്നു വന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ഡിപ്പ് കിട്ടുമെങ്കിലും ഇത് ഭാവിയിൽ അതിന് വേറെ സൊല്യൂഷൻ അവർ കണ്ടെത്തും. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഡൈവേഴ്സിഫൈ ചെയ്ത് അവർ വേറെ പല കാര്യങ്ങളിലേക്ക് അവരുടെ ബിസിനസ് തിരിച്ചു വിട്ട് അവർ ലാഭം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം കാലാകാലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിനൊക്കെ തരണം ചെയ്ത് പോവുകയാണ് ഒരു കമ്പനിയുടെ മിടുക്ക്. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല വാല്യുവേഷനിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. ഈ സമയത്ത് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഈ സമയത്തൊക്കെ നല്ല വാല്യുവേഷന് കിട്ടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പം അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ മനോഗതം പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യുക വാങ്ങിക്കാൻ. അപ്പം അതാണ് IT സെക്ടറിൽ ഒരു സെൽ ഓഫിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇനിയിപ്പം ഇത് തിരിച്ച് കയറണം, അതാണ് കാലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പം അത് മാത്രമല്ല വേറൊരു കാരണം കൂടുണ്ട് ഇന്നത്തെ സെൽ ഓഫിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടൈഗർ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു, ശ്രദ്ധിച്ച് കേൾക്കണേ, ടൈഗർ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് FIISൻ്റെ ഒരു ഗ്രൂപ്പാണ്. FIISൻ്റെ ഒരു ഗ്രൂപ്പാണ് ടൈഗർ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ഇവരുടെ സബ്സിഡറി കമ്പനി മൗറീഷ്യസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മൗറീഷ്യസിൽ നിന്നും പല സിംഗപ്പൂരിൽ നിന്നൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിലോട് പണം ഇങ്ങനെ ഒഴുകുന്നത്. വിൽപ്പനയും അങ്ങനെയൊക്കെ നടന്ന FIS വഴിയാണ് നടക്കുന്നതല്ലോ. അപ്പോൾ ഈ മൗറീഷ്യസിലൊക്കെ കമ്പനികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പേപ്പർ കമ്പനികളൊന്നും കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പേപ്പർ കമ്പനിയാണെങ്കിലും നമുക്കറിയത്തില്ല. എനിവേ, എന്തായാലും ഇവരുടെ ഒരു സബ്സിഡറി കമ്പനിയായ മൗറീഷ്യസിലുള്ള 3 ഫേം, ഈ ടൈഗർ ഗ്ലോബലിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള 3 കമ്പനികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികൾ നമ്മളുടെ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്ത് അതിൻ്റെ ലാഭം ഉണ്ടാക്കി ആ ഫോറിൻ കമ്പനികളുടെ സ്റ്റോക്കുകൾ വിൽക്കുമ്പം അതിൽ ടാക്സ് എക്സംഷൻ വേണം. ഫോറിൻ കമ്പനികളായതുകൊണ്ട് അല്ലെ ഫോറിൻ ഫേം ആയതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് ടാക്സ് എക്സംഷൻ വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കേസ് ഈ 3 ഫേമാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ 3 ഫേമിന് കൊടുത്ത കേസിൽ വിധി വരുമ്പോൾ ഇതെല്ലാവർക്കും കൂടെ ബാധകമായിരിക്കും. വിധി അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാവർക്കും അത് ബാധകമായി. സുപ്രീം കോടതി വിധിയല്ലേ. അപ്പോൾ ഈ 3 ഫേം കൊടുത്ത ഈ കേസ് സുപ്രീം കോടതി തള്ളി. ഓക്കെ, അവർ പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ കച്ചവടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അതിനുള്ള ടാക്സ് അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഈ കേസ് തള്ളി. ഓക്കെ, അപ്പോൾ ഈ കേസ് തള്ളിയപ്പോൾ ഇത് എല്ലാവർക്കും പണി കിട്ടും. അപ്പോൾ എല്ലാവരും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യകത വരും. അപ്പോൾ ഇത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഒരു ചെറിയ ഒരു നെഗറ്റീവിസം ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത്, ഒരു ഈഗോയ്ക്ക് ഒരു ചെറിയ തട്ട് കിട്ടിയ ഒരു കേസ് തൊട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു സെൽ ഓഫിനുള്ള കാരണമായിട്ട് അനലിസ്റ്റുകൾ പറയുന്നു. ഞാൻ പറയുന്നതല്ലേ, മാർക്കറ്റിൽ കണ്ട ന്യൂസാണ് ഞാനീ പറയുന്നത്, അല്ല എനിക്ക് സ്വന്തമായിട്ട് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെ അതും ഒരു കാരണമാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ഓഫിനുള്ള കാര്യം. ഏകദേശം 200 പോയിൻറ്റോളം 200 പോയിൻറ്റിനടുത്ത് ഇൻട്രാഡേയിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വീണു. അപ്പോൾ അതും ഒരു കാരണമാണ് എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം നാളെ ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ചാർട്ട് എന്ത് പറയുന്നു നമുക്ക് നോക്കാം. നമ്മുടെ ആധാരം മുഴുവൻ ചാർട്ടല്ലേ. ചാർട്ടാണ് നമ്മുടെ കബഡിപ്പലക ഇല്ലേ. അതിനകത്ത് നമുക്ക് എന്ത് കാണുന്നു നമുക്ക് നോക്കാം. അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ടുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ട് വളരെ വൃത്തിയായിട്ട് നമ്മുടെ വരകളൊക്കെ വൃത്തിയായിട്ട് വരച്ചു. ഞാൻ ഇന്ന് രാവിലെ എന്താ പറഞ്ഞത്,
ഇന്ന് രാവിലെ എന്താ ഞാൻ വോയിസിലിട്ടത് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് നമ്മുടെ ലൈനിലാണ് 25,902 എന്ന് പറയുന്ന ഏകദേശം ആ ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ അല്ലേ? ഇതിന് മുകളിൽ നിൽക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈൻ ഇത് മെനിയാന്നത്തെ ഇന്നലത്തെ അല്ല മെനിയാന്നത്തെ ലോയാണിത്, ഡേ ലോയാണ് ഈ ലൈൻ കാണുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ വോയിസിനകത്തിൽ. ഈ ലോ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് തന്നെ ഉള്ളൂ, മുകളിലോട്ടില്ല. നമുക്ക് ഈ ഏരിയ ഇത് 25,817 ഇത്രയും ചെറുതായിട്ട് കാണുന്നെങ്കിൽ ഏകദേശം 100 പോയിൻ്റ് ഉണ്ടെന്ന് ആലോചിക്കണം. ഇവിടുന്ന് ഇവിടം വരെ 100 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, 817 നമ്മൾ കാണും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് പൊട്ടി 2-3 ക്യാൻഡിൽ കൊണ്ട് നേരെ ആദ്യം 3 സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോയി. നമ്മുടെ ഈ ലൈൻ സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും തിരിച്ചിവിടെ വന്നു, വീണ്ടും പോയി, വീണ്ടും തിരിച്ചിവിടെ വന്നു, വീണ്ടും ഒന്ന് ആടി കളിച്ചതിന് ശേഷം ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇതുപോലെ തന്നെ ഒരു ലോ ഉണ്ട്. നമുക്ക് പ്രീവിയസ്ലി ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോ ബ്രേക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദറായിട്ട് നമ്മൾ 687 കാണേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേങ്കിൽ ഇത് നോക്കിക്കേ, ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊട്ടിത്തകരും എന്നൊരു തോന്നൽ വരുത്തി അല്ലേ? തോന്നൽ വരുത്തിന് ശേഷം അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഇത് ഫോൾസ് ബ്രേക്ക് ഔട്ട് എന്നല്ല ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഈ ഫോൾസ് ബ്രേക്ക് ഔട്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഈ ഫോൾസ് ബ്രേക്ക് ഡൗൺ മനസ്സിലാക്കുന്നത് അടുത്ത ക്യാൻഡിലിൻ്റെ സ്വഭാവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഒരു ക്യാൻഡിൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാടി അതിന് മണ്ടയ്ക്ക് കയറാൻ പാടില്ല. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിലുകൾ എങ്ങനെയാണ് അത് പ്രതികരിക്കുന്നതെന്ന് അതനുസരിച്ച് വേണം നമ്മൾ മാർക്കറ്റിൽ അടുത്ത പൊസിഷൻ എടുക്കാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മനസ്സിലാകും മാർക്കറ്റ് ഇത് പൊട്ടി. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പൊട്ടി താഴോട്ട് വന്നു, വീണ്ടും അടുത്ത 2 ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറി. ആ വന്ന പോലെ തന്നെ തിരിച്ച് കയറി നമ്മുടെ 817 സസ്റ്റെയിൻ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് മാർക്കറ്റ് ആ ഏരിയ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്ന് 817 നമ്മുടെ വര, 807 മാർക്കറ്റ് 10 പോയിൻ്റ് ഡിഫറൻസിലാണ് മാർക്കറ്റ് ഈ ഏരിയ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു ഇല്ലേ? അപ്പം ഇന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ധാരാളം പേര് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഞാനത് കൂടുതൽ വാദങ്ങൾക്കൊന്നും ഞാൻ വരുന്നില്ല. പ്രോഫിറ്റ് എടുത്താൽ നിങ്ങളുടെ മിടുക്കുന്ന വരത്തുള്ളൂ. എനിക്ക് യാതൊരു കഴിവോ മിടുക്കോ ഒന്നും ഇല്ല. ഓക്കെ, എനിക്ക് ക്രെഡിറ്റ് പറയാനും ഇല്ല. കാരണം എന്താ, ട്രേഡ് ചെയ്യുന്നത് നിങ്ങളാണ്, ഞാനല്ല ട്രേഡ് ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മധൈര്യവും മനോബലവും നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ചാർട്ടിനെ റീഡ് ചെയ്യാനുള്ള കഴിവുമൊക്കെയാണ് നിങ്ങളുടെ ഫലത്തിന് ആധാരം. അല്ല, നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അതിൻ്റെ ആധാരം നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പഠനമാണ്. ഞാനൊരു ടൂള് മാത്രമേ ഉള്ളൂ, ഒരു ചൂണ്ടുപലക മാത്രമേ ഉള്ളൂ ഇല്ലേ? ഞാനൊന്ന് കൈ ചൂണ്ടി കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. പണിയെടുക്കുന്ന മുഴുവൻ നിങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ അത് നിങ്ങളുടെ മിടുക്ക്, ലോസ് ഉണ്ടാക്കിയെങ്കിലും അത് നിങ്ങളുടെ പോരായ്മ എന്ന് പറയുള്ളൂ. ആ ലോസ് വന്നത് എങ്ങനെയാണെന്ന് ആ പോരായ്മ കണ്ട് അതിലെ മിസ്റ്റേക്കുകൾ കണ്ടുപഠിച്ച് വീണ്ടും അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ നമുക്ക് ഡേ ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഡേ ക്യാൻഡിൽ എന്താ സംഭവിച്ചേക്കുന്നതെന്ന്. ഓക്കെ, ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഒരു കഴിഞ്ഞ 3 ദിവസത്തെ കഴിഞ്ഞ 3 ദിവസത്തെ നേട്ടത്തെ ഒറ്റ ദിവസം കൊണ്ട് ആശാൻ അടിച്ച് താഴെയിട്ടു ഈ ഒരൊറ്റ ക്യാൻഡിൽ. ശരിയല്ലേ? അപ്പോൾ ഇത് ഒരു സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് നിലവിൽ ഇപ്പം ഈ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. മാർക്കറ്റിലൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. കാരണം എന്താണ്, ഈ കഴിഞ്ഞ 3 ദിവസത്തെ നേട്ടം ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് അടിച്ച് താഴെയിട്ട് മൊത്തത്തിനെയും കവർ ചെയ്തെങ്കിലും ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ലോയ്ക്ക് ആ ലോ ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് വലുതാക്കി കാണിക്കാം ഞാൻ. കണ്ടോ, ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇതാണ് ലോ ഇല്ലേ? ഈ ലോ ബ്രേക്ക് ചെയ്തല്ല ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ ലോയ്ക്ക് മുകളിലാണ് മാർക്കറ്റ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളത്തെ ക്ലോസിങ് ഇതിന് താഴെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരും. നാളത്തെ ക്ലോസിങ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഇതിന് താഴെയാണെന്നുണ്ടെങ്കിൽ, ഈ ലെവലിന് താഴെയാണ് ഒരു ക്ലോസിങ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ കാണേണ്ടി വരും. ഓക്കെ, വെരി ക്ലിയർ. മനസ്സിലായല്ലോ? ഇല്ല, മാർക്കറ്റ് മുകളോട്ടാണെന്നുണ്ടെങ്കിൽ, നാളെ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
നാളെ മാർക്കറ്റ് ഇവിടെ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ നമുക്കൊരു അപ്സൈഡ് കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഡേ വൈസിലാണ് പറഞ്ഞത്. ഡേ വൈസിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടണം, എന്തെങ്കിലും നമുക്കൊരു അപ് ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് രണ്ട് കാര്യം മാത്രം നിങ്ങൾ ഡേ വൈസിൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞു, ഇതിൻ്റെ കാര്യം കഴിഞ്ഞു. നമുക്കിനിയിപ്പം നമ്മളുടെ ഇൻട്രാഡേ ക്യാൻഡിലോട്ട് വരാം. ഇൻട്രാഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ ലൈനാണ്. ഈ 817 എന്ന് പറയുന്ന ലൈനാണ് നമുക്ക് നാളെ നിർണായകം. ഇപ്പോഴും ഞാൻ പറയുന്നു, നമുക്ക് ഈ 817 സസ്റ്റെയിൻ ചെയ്താൽ ഇനിയിപ്പോൾ നാളെ ഇതൊക്കെ ടെമ്പററി ലൈനാണ്. ഈ ഗ്രീൻ ലൈനൊക്കെ കാണുന്നത് ടെമ്പററി ലൈനാണ്. നിങ്ങളതൊന്നും വരച്ച് വെക്കല്ലേ. അത് ഒരു ദിവസത്തെ ആയുസുകൾ മാത്രമേ ഉള്ളൂ ആ വരകൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 817 നാളെ ഗ്യാപ്പ് അപ്പ് ആണ് ഗ്യാപ്പ് ഡൗൺ ആണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം US മാർക്കറ്റ് പോസിറ്റീവിലാണ് ഓടുന്നത് എങ്കിലും പറയാൻ പറ്റത്തില്ല. ഇന്നലെ കണ്ടില്ലേ, അത് പൊട്ടി തകർന്നിട്ട് അവസാനം തിരിച്ച് കയറി കണ്ടില്ല. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഈ 817 സസ്റ്റെയിൻ ചെയ്തെന്ന് നോക്കുക. 817 ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുകയാണ്. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 902 കാണും. ഓക്കെ, 902 കാണും. ഇല്ല, ഇനിയിപ്പോൾ ഈ ലൈനല്ല നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ലൈൻ ഏതാണെന്നറിയാമോ? ഈ ലൈനല്ല നമുക്ക് വേണ്ടത്. ഈ ലൈൻ നമുക്ക് താഴോട്ടിറക്കി വെക്കണം. ഇത് ഈ ലോ. ഓക്കെ, ഈ ലോ നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നാളെ സസ്റ്റെയിൻ ചെയ്ത് താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലോ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ് നേരം, ഒരു 15 മിനിറ്റ് നേരം താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് 687 വരും. ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് കയറുമെന്ന് നോക്കണം. ഇത് വളരെ നിർണായകമാണ്. ഇവിടെ വന്ന് തട്ടി തിരിച്ച് കയറിയില്ല എന്നുണ്ടെങ്കിൽ 25,500 നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, ഇത് ഒരു നിർണായക. ഇത് പൊട്ടിയാൽ പണി പാളും. ഇതിന് മുകളിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ. ഓക്കെ, 817 നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് 902 കാണാൻ പറ്റും. ഇല്ല, 817 നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 25,687 കാണേണ്ടി വരും. ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഈ ലോ ബ്രേക്ക് ചെയ്യണം. ഈ ലോ വെരി സിമ്പിൾ അല്ലേ? നമ്മൾ വളരെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. വെരി സിമ്പിളായിട്ട് ഞാൻ പറയുന്നതും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും പറ്റുന്നതും വളരെ സിമ്പിൾ. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇല്ലേ? അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 657 കാണും. ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ എപ്പോഴും സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ തിരിച്ച് കയറാൻ മാർക്കറ്റ് ശ്രമിക്കും മാക്സിമം. ഓക്കെ, നാളെ IT-യുടെ ഈ വീഴ്ചയുടെ അവസാനമാണ്. നാളെ മുതൽ തിരിച്ച് കയറാൻ തുടങ്ങുമെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഈ 657 കാണേണ്ടി വരും. എന്തായാലും കാര്യം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നാളെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ചിന്തിക്കാം. അടുത്തത് ബാങ്ക് നിഫ്റ്റി ഒന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവ് ആയിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ബാങ്ക് നിഫ്റ്റി താഴെ പോയത് അല്ലേ? ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരേ ലെവലിൽ തന്നെയാണ്. ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 60,360 ബ്രേക്ക് ചെയ്യാതെ താഴോട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 749 ബ്രേക്ക് ചെയ്യണം. അല്ല ഈ അറ്റ്ലീസ്റ്റ് 61,000 ബ്രേക്ക് ചെയ്ത് പോയെങ്കിൽ മാത്രം 61,000 നമുക്കൊരു വര ഇട്ട് വെച്ചേക്കാമേ. 61,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ. 61,000 61 ഓക്കെ, ഒരു സൈക്കോളജി സപ്പോർട്ടാണ്, നോർമൽ സപ്പോർട്ടല്ല. ഓക്കെ, അതത്രേ ഉള്ളൂ പറയാം, വേറെ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ മെയിൻ താരം മിഡ് ക്യാപ്പിൽ ഇപ്പോൾ ധാരാളം ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ രാവിലെ നമുക്ക് നമ്മുടെ വര എന്ത് കൃത്യമാണെന്ന് നോക്കി, എന്ത് കൃത്യം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? നോക്കിക്കേ, രാവിലെ മാർക്കറ്റ് വീണതിന് ശേഷം മാർക്കറ്റ് താഴെ വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് അവസാനം കിട്ടിയില്ലെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് താഴെയുള്ള അവസരം കിട്ടിയില്ല. മാർക്കറ്റ് ഇവിടെ വന്നു 840 കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറി വന്നു. എൻഗൾഫിങ് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൽ കൂട്ടി കയറാൻ വേണ്ടി ശ്രമിച്ചു, കൂട്ടിന്ന് റിജക്റ്റ് ചെയ്തു, വീണ്ടും തിരിച്ച് താഴെ വന്നു, വീണ്ടും ആടിക്കളിച്ച് വീണ്ടും കൂടെ പോയി മുട്ടി, വീണ്ടും തിരിച്ചു വന്നു. സുന്ദരമായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ തർക്കത്തിനൊന്നും വരുന്നില്ല. ചിലപ്പം നിങ്ങൾക്ക് പറ്റി കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡായി കാണും. പക്ഷേങ്കിൽ നമ്മുടെ വരകളെ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? ഇത് നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ താഴെ കാണുന്ന കമൻറ്റുകൾ അതിന് ഉദാഹരണമാണ്. ഞാനായിട്ട് എന്തിനാണ് പറയുന്നത്? കമൻറ്റുകൾ നിങ്ങളോട് കഥ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്നവർക്കൊക്കെ വായിച്ചു പോകുന്നവർക്ക് കാര്യം മനസ്സിലാവും ഇല്ലേ? അപ്പം പക്ഷേ ഞാൻ നിങ്ങളെ സത്യം പറഞ്ഞാൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളിപ്പം വളരെ സാവധാനതയോടെ ട്രേഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ധാരാളം പേരെ കാത്തിരുന്ന് ട്രേഡ് ചെയ്യാൻ പഠിച്ചു. അതൊരു ഭയങ്കര നിങ്ങളിലുണ്ടായ ഭയങ്കര ഒരു മാറ്റം. അത്
നിങ്ങളിലുണ്ടായ ഭയങ്കര ഒരു മാറ്റമാണ് നിങ്ങൾ കാത്തിരുന്ന് ട്രേഡ് ചെയ്യാൻ പഠിച്ചത്. അത് ഭയങ്കര നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ വലിയ മാറ്റം കൊണ്ടുവരും. മനസ്സിലായോ? ചുമ്മാതെ എവിടെയെങ്കിലും കാണുന്നത് ചാടിക്കയറാതെ കാത്തിരുന്ന എൻട്രി പോയിന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്ന് ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കാൻ അതിൻ്റെ മാറ്റം എന്തുമാത്രം നിങ്ങൾ മനസ്സിലായോ? ധാരാളം പേർക്ക് അതിൻ്റെ മാറ്റം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ലോസ് ഒത്തിരി കുറഞ്ഞു, പ്രോഫിറ്റബിലിറ്റി കൂടി, ഭയങ്കര മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കാത്തിരുന്ന് ട്രേഡ് എടുക്കുന്നതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരും ആ ഒരു ലെവലിലേക്ക് എത്തണം. ഓക്കെ, അങ്ങനെ കാത്തിരുന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞ മഹാസംഭവം കയ്യെത്തി പിടിക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ട. ഇത് സിമ്പിളാണ്. നമ്മളിതിനെ സിമ്പിളായിട്ട് കാണുക, സിമ്പിളായിട്ട് ചെയ്യുക, നമുക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പം വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. സൂക്ഷിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. നാളെ വീക്കെൻഡാണ്. അപ്പം പഠിക്കാൻ ശ്രമിക്കുക. പല കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കുന്നതാണ് നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ പ്രയോജനമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.